എവ്രിവൺ. അപ്പോൾ നമ്മുടെ KFC വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് റിക്വസ്റ്റ് വന്നു, ഒന്നെങ്കിൽ ഒരു ബോക്സ് ചിക്കൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ബക്കറ്റ് ചിക്കൻ. അപ്പോൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുപാട് പേര് മെസ്സേജ് അയക്കും, ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ താല്പര്യപ്രകാരം ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുകയാണ്. മാത്രമല്ല ഇതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പോൾ നമ്മളിന്ന് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കും. അപ്പോൾ അതിന് ഞാൻ ഒരു കോഴിയൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനൊന്ന് റെഡിയാക്കി മുറിച്ചൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനത്തിനൊന്ന് വരഞ്ഞെടുക്കണം. വരഞ്ഞെടുത്താൽ മാത്രമേ ഇതിനകത്ത് മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ. മസാല പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങത്തുള്ളൂ. ചില ആൾക്കാർക്ക് ചിക്കൻ കയ്യിലെടുത്താൽ പിന്നെ അത് കഴിക്കാൻ അറപ്പാണ്, അങ്ങനെ ചില ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് അപാര ചിക്കൻ പ്രാന്താണ്. ഒരു പേപ്പറിൽ ചിക്കൻ എഴുതിട്ട് തന്നാൽ ഞാൻ അതും കൂടെ തിന്നും. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് ചിക്കൻ. അപ്പോൾ സാധനം നമുക്ക് നന്നായി ഡീപ്പായിട്ട് നമുക്ക് വരഞ്ഞെടുക്കാം. എന്നാലേ മസാല നല്ല സൂപ്പറായിട്ട് പിടിക്കത്തുള്ളൂ. ഇതിനകത്ത് ഫുള്ള് എല്ലാ സൈഡും വരഞ്ഞു കൊടുക്കാം. മാംസം കട്ടിയുള്ള സ്ഥലത്തൊക്കെ വരഞ്ഞു കൊടുക്കണം, എന്നാലേ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മസാല മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ഗരം മസാല, ഉപ്പ്, നാരങ്ങ, അതുപോലെ നമ്മുടെ നാടൻ കോഴി മുട്ട. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് കൂടാൻ പാടില്ല, കൂടിപ്പോയെന്നാൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആരോഗ്യത്തിന് നല്ലതാണ്, മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ മസാലപ്പൊടിയും കൂടിപ്പോയെന്നാൽ ടേസ്റ്റ് ഉണ്ടാവത്തില്ല, കുത്തൽ ഉണ്ടാവും, മാത്രമല്ല കരിഞ്ഞു പിടിക്കും എല്ലാം കൂടെ. അതിനകത്തേക്ക് നമുക്ക് നാരങ്ങാനീര് പിഴിഞ്ഞ് വയ്ക്കാം. നാരങ്ങാനീര് പകുതി മുറിയാണ് ഞാൻ ഒഴിക്കണത്. നിങ്ങളുടെ ചിക്കൻ്റെ വലിപ്പമനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ചിക്കൻ ഇച്ചിരി വലുതാണ്, അതുകൊണ്ട് അരമുറി ഞാൻ തികച്ചും എടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് മൊത്തം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നാരങ്ങാനീര് എല്ലായിടത്തും എത്തിയില്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാനീരിൻ്റെ പുളി അവിടെ ഇവിടെ ആയിപ്പോവും. അതുകൊണ്ട് മൊത്തം നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ കോഴിമുട്ട നമ്മൾ ഇതിനകത്ത് പൊട്ടിച്ചൊഴിച്ച് ഫുള്ള് മിക്സ് ചെയ്ത് നല്ല ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് ഇതിൻ്റെ ആ ഒരു ഇപ്പോൾ ഭയങ്കര കട്ടി ഉണ്ടായിരുന്ന സംഭവം നമ്മളിനി എണ്ണ ഒഴിച്ചാണ് ലൂസാക്കാൻ പോണത്. ഇപ്പോൾ എണ്ണ ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാം. നമ്മൾ ചിക്കനെ തേക്കുമ്പോൾ നന്നായിട്ട് പിടിച്ചിരിക്കണം. കട്ടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കനെ പിടിക്കത്തില്ല ഈ സാധനം. അത് കാരണം നന്നായിട്ട് ലൂസാക്കി എടുക്കണം. ഒരുപാട് ലൂസായി പോയാലും ചിക്കനെ പിടിക്കത്തില്ല, കട്ടി കൂടിയാലും പിടിക്കത്തില്ല. കാരണം ഒരു ചിക്കനെ പിടിക്കുന്നൊരു രീതിക്ക്, ഒരു കൺസിസ്റ്റൻസിക്ക് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഒഴിച്ച എണ്ണ കുറഞ്ഞാണ് ഞാൻ വീണ്ടും ആഡ് ചെയ്യുവാണേ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ എണ്ണ ഒഴിക്കുന്നത് കറക്റ്റാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണമെന്നില്ല, ഒറ്റ തവണ ഒഴിച്ചാലും മതി. അപ്പോൾ എണ്ണ ഒഴിച്ച് ഞാനിപ്പോൾ ലൂസാക്കി കൊടുക്കുകയാണ്. നമ്മുടെ മസാല നമ്മൾ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നല്ല എരിവുണ്ട്, കയ്യൊക്കെ കൂത്തലെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ചിക്കൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിത് വെച്ചേക്കണം. 2 മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചാലേ ഇതിൻ്റെ ആ മസാലയൊക്കെ ചിക്കൻ്റെ ആ മാംസത്തിൽ അങ്ങോട്ട് പിടിച്ച് സംഭവം സെറ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമുക്കിത് ചിക്കൻ പുരട്ടി വെക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ നമുക്ക് ഇവനെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. കോഴിയുടെ പുറത്ത് ഇതിനെ കൊണ്ട് അങ്ങോട്ട് ഫേഷ്യൽ ചെയ്ത് തേച്ചൊരച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് കയറണമെങ്കിൽ മാത്രമേ രുചി കിട്ടത്തുള്ളൂ നമുക്ക്. അപ്പോൾ ഈ നന്നായിട്ട് പിടിക്കണേ, ഇല്ലെങ്കിൽ ഇത് ചൂടാക്കി കഴിയുമ്പോൾ ഇത് വെന്ത് വരുമ്പോൾ ഈ സാധനം പൊളിഞ്ഞു പോകും. കൊച്ചുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി തിരുമ്പി ഇതിലെ കുഴക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവനെ കുറച്ച് നേരം ഇത് പിടിക്കാൻ വെക്കാം. നമുക്ക് ചിക്കനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുവരെ പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ വാഴയിലൊക്കെ സെറ്റ് ചെയ്ത് ചിക്കൻ വെക്കാനുള്ള കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് വാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ വീഡിയോ ബക്കറ്റ് അല്ല, പാട്ട ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഇത് മുളയിൽ കുത്തിയാണ് ചുടുന്നത്. പക്ഷെ നമ്മൾ ഇത് മുളയിലല്ല, നമുക്കതിനൊരു സംഭവം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു സ്റ്റാൻഡ്, നമ്മൾ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ചിക്കൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് കമ്പിയിൽ കൊരുത്ത് വയ്ക്കാം. എല്ലാം മസാലയൊക്കെ പിടിച്ച് നല്ല സുന്ദരനായിട്ടിരിപ്പുണ്ട്. ചരിച്ച് വെക്കാൻ ഇങ്ങോട്ട്. ഇതിപ്പോൾ ബൈക്കായിരിക്കുമ്പോൾ അല്ലേ ഇരിക്കുന്നത്? അല്ല, പെണ്ണുങ്ങളിരിക്കുമ്പോൾ വെക്ക്. ചിക്കനെ ഇരുത്തി അനുസരണയുള്ള കുട്ടി. ചിക്കൻ്റെ കാല് പിടിച്ച് കെട്ടി വയ്ക്കുകയാണ്, ഇല്ലെങ്കിൽ അത് ഇങ്ങനെ ശരിയായിട്ട് കിട്ടത്തില്ല. അത് കാരണം കെട്ടി വെക്കാം.
കൈയൊന്നും കെട്ടണ്ടല്ലേ? കാലോ കെട്ടി ഇനി കയ്യും കൂടെ കണ്ടോ. അനുസരണാണ്. കൈ കെട്ടടാ കോഴി. ഇരിക്കോ പാട്ടയ്ക്കകത്തത്? ഇരിക്കുന്നുണ്ട്. സെറ്റ്, സംഭവം സെറ്റ്. അപ്പോൾ ഇത് കല്ലും കൂടെ വെച്ചേക്കാം നമുക്ക് വെയിറ്റിന്. കരി അപ്പോൾ കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കരിയിലെ ചൂട്ടൊക്കെ വാരിയിട്ട് നമുക്കിത് കത്തിക്കാം. തീപ്പെട്ടി എടുത്തായിരുന്നു. ഒരു കഷ്ണം പുള്ളിക്കോ ആ പുള്ളേ പുള്ളേ വല്ലാത്ത ഫയറായിപ്പോയി. അവിടെ പയ്യോട്ടോ നീ. ഞാൻ തന്നെ കുറച്ച് ഞാൻ തന്നെ അവിടെ ഇരിക്കണം. മുഖമൊക്കെ പൊള്ളു. ഈ തീയ ദേവ ചിക്കട്ട് വായും പൊളിച്ച് നിക്കണ്. ചിക്കൻ്റെ കൂടെ ഞാനും കൂടെ വെന്തോണ്ടിരിക്കുവാണ്. ഭയങ്കര ചൂടാണ്. നമുക്കിത് 20 മിനിറ്റ് നമുക്ക് സാധനം കത്തിക്കണം. തീ കത്തിക്കണം. എന്നാലേ സംഭവം വെന്ത് കിട്ടുള്ളൂ. ഒന്നാമതൊരു യമകാലനാണ് ആ കോഴി. ഭയങ്കര വലിപ്പം. ഇടി വെട്ടുന്നുണ്ട്. മഴ പെയ്ത പണി വാളി. ബക്കറ്റ് ചിക്കൻ സെക്ഷൻ അവിഞ്ഞതായി മാറും. അന്യപറമ്പിന്നൊക്കെ ചൂട്ട് കഴിയാത്ത പോലെ അന്യപറമ്പിക്കാർ മോഷ്ടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. നാളെ ഇത് പ്രൂഫാണ്. നാളെ ഒരു കേസ് കൊടുത്ത പണിയാണ്. അപ്പോൾ 20 മിനിറ്റ് നമ്മൾ ഈ സാധനം തീയിട്ട് കത്തിച്ചിട്ടുണ്ട്. വെന്ത് കാണുമെന്നാണ് പ്രതീക്ഷ. അത് വെന്തോ കരിഞ്ഞോ പുകഞ്ഞോ എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഇത് തീ ഒന്ന് അടങ്ങി കഴിയുമ്പോൾ നമുക്കിത് പതിയെ പൊക്കി നോക്കാം. വെന്ത് കാണുമെന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ. വലിയ ചിക്കൻ ആയതുകൊണ്ട് വെന്തോന്നും ചെറിയ സംശയം ഞങ്ങൾക്കുണ്ട്. എന്തായാലും പുറത്തെടുക്കുമ്പോൾ കാണാം. സംഭവം നമ്മൾ പൊക്കാൻ പോവാണ്. മഴ വീണ് സംഭവം ചിക്കൻ ചീത്താകുമ്പോൾ കണ്ണൊക്കെ ഇരിഞ്ഞിട്ട് കഴിയുമ്പോൾ സംഭവത്തിന് നമ്മള് കമ്പിയിൽ താഴെ ഇറക്കിയിട്ടുണ്ട്. പൊടിഞ്ഞിട്ടും പൊട്ടിയിട്ടും ഇല്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കപ്പോ ഇതിനെ ഡെക്കറേറ്റ് ചെയ്ത് സുന്ദരനാക്കി എടുക്കാം. ഡെക്കറേറ്റ് ചെയ്ത് സംഭവത്തിനെ ഡെക്കറേറ്റ് ചെയ്ത് സുന്ദരനൊക്കെ ആക്കിയിട്ടുണ്ട്. കഴുത്തില്ല, ഈസായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ബാക്കി കുഴപ്പമില്ല. അപ്പൊ നമുക്ക് പണി തുടങ്ങാം. നാരങ്ങയൊക്കെ അടിപൊളി. കഷ്ടപ്പെട്ട വെറുതെ അല്ല. സംഭവം ടേസ്റ്റുണ്ട്. പലർക്കും സംഭവം പാളിപ്പോയതാണ്. കരിഞ്ഞുപോയാണ് പലരുടെ ചിക്കൻ. നമ്മുടെ ടേസ്റ്റോട് നന്നായിട്ട് വന്നിട്ടുണ്ട് സാധനം. സൂപ്പർ. നമ്മുടെ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണെങ്കിൽ സൂപ്പറാണെന്ന് പറ. അല്ലെങ്കിൽ കൊള്ളിയല്ലെങ്കിൽ കൊള്ളിയതെന്ന് പറ. ഇഷ്ടപ്പെട്ടോ? ഒരു സാധനം. ഇപ്പൊ നമ്മളെ ചിക്കൻ ചുട്ടതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാട്ട ചിക്കൻ ചുട്ട് നമ്മൾ കഴിച്ചു. സംഭവം ഹെവി ടേസ്റ്റ് ആയിരുന്നു. കരിഞ്ഞൊന്നും പോയില്ല. അടിപൊളിയായിരുന്നു സാധനം. അപ്പൊ അതാ അതിന്റെ അവസ്ഥ ഇതാണ്. ഞങ്ങളുടെ അറ്റാക്കിന് ശേഷം ചിക്കൻ ഈ പരുവത്തിലായി ചെതറി കിടക്കുകയാണ് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും സംഭവം ഭയങ്കര ഇഷ്ടപ്പെടായി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി തന്നെ അത് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു വ്യത്യസ്ത വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.